ശ്രീ അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി ഗോപാലകൃഷ്ണൻ, ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ശക്തമായ അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് പോവുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുത്തു. ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുകയാണ്. ആദ്യമായി മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലേക്ക് വരുന്നു, ചോദ്യം ചെയ്യലിലേക്ക് നേരിട്ട് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. അതേസമയം തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രി ഈ വിഷയത്തെയൊക്കെ ന്യായീകരിക്കുകയാണ്. അതായത് തൻ്റെ ഭാര്യയുടെ പെൻഷൻ തുകയും വിരമിച്ചപ്പോൾ കിട്ടിയ ആനുകൂല്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരമൊരു കമ്പനി തുടങ്ങിയതെന്ന് ന്യായീകരണത്തിലേക്കാണ് മുഖ്യമന്ത്രി എത്തുന്നത്. എങ്ങനെ കാണുന്നു? അല്ല, മുഖ്യമന്ത്രി കമ്പനി തുടങ്ങിയതിനെ കുറിച്ച് ന്യായീകരിച്ചോട്ടെ. കമ്പനി തുടങ്ങിയതിനെ കുറിച്ചുള്ള ന്യായീകരണവും ഈ വിഷയവും തമ്മിലൊരു ബന്ധമില്ലല്ലോ. കമ്പനി തുടങ്ങിയത് അങ്ങനെ ആയിരിക്കാം, അതായിക്കോട്ടെ. പക്ഷെ എന്ത് സേവനമാണ് ഈ കർത്തയുടെ കമ്പനിക്ക് ഇവർ ചെയ്തു കൊടുത്തത് ഈ എക്സാലോജിക്ക്? അതാണ് വിഷയം. അല്ലാണ്ട് കമ്പനി തുടങ്ങിയതിനെ കുറിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് എവിടെ വേണമെങ്കിലും കമ്പനി തുടങ്ങാം. അവർ പ്രത്യേകിച്ച് കേരളത്തിൽ തുടങ്ങിയില്ല. കാരണം കേരളത്തിൽ തുടങ്ങിയാൽ അത് പിറ്റേ ദിവസം പൂട്ടും എന്നവർക്ക് നന്നായിട്ട് അറിയാം. കാരണം അച്ഛൻ്റെ പാർട്ടി ഒരു പെട്ടിപ്പിടിയിൽ ട്രാൻസിസ്റ്റർ വെച്ച് റേഡിയോ വെച്ചാൽ അതിനെ ഭൂഷ എന്ന് പറഞ്ഞ് മുദ്ര പൂട്ടിക്കുന്ന പാർട്ടിയാണ്. അത് നന്നായിട്ട് അറിയാവുന്ന മകള് കേരളത്തിൽ തുടങ്ങാതെ പോയി കർണാടകത്തിൽ തുടങ്ങി. അതായിക്കോട്ടെ, അത് പെൻഷൻ തുകയോ അല്ലെങ്കിൽ വീട്ടിലെ അടക്ക വിറ്റിട്ടുള്ള പൈസയോ അല്ലെങ്കിൽ തേങ്ങ കൊടുത്തിട്ടുള്ള പൈസയോ ഒക്കെ ആയിരിക്കും. ദാറ്റ്സ് എ ഡിഫറെന്റ് മാറ്റർ. എന്താ, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഓഫ് ദിസ് ഇൻവെസ്റ്റിഗേഷൻ? ഇറ്റ് ഈസ് വെരി ക്ലിയർ. കാരണം എക്സാലോജിക് ഈസ് എ കമ്പനി. ആ കമ്പനി KPML ഈ കർത്തയുടെ കമ്പനിക്ക് സർവീസ് കൊടുത്തു. അതിന്റെ പേരിൽ കർത്തയുടെ കമ്പനി ഇത്ര രൂപ ഇവർക്ക് മറ്റേ ഇതായിട്ട് പ്രതിഫലമായിട്ട് കൊടുത്തു. ഇതാണല്ലോ വിഷയം. അപ്പൊ ആ പ്രതിഫലമായി കൊടുത്തത് എന്തിന് എന്നുള്ള ചോദ്യം വന്നു. അപ്പൊ സർവീസ് കൊടുത്തു. എന്നാൽ എന്ത് സർവീസാ കൊടുത്തേ? അപ്പൊ സർവീസ് ഒന്ന് എന്താണ് കൊടുത്തെന്നുള്ളത് കാണാനില്ല. അപ്പൊ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്തതാണ്. കാരണം സർവീസ് കൊടുക്കാതെ പണം കൊടുത്തത് കിമ്പളമാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി എന്തിനാ കൊടുക്കുന്നത്? അതെല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രി ഉള്ളത് കൊണ്ടാണ് കൊടുത്തത്. ആ മുഖ്യമന്ത്രി ഉള്ളത് കൊണ്ട് എന്തിനാ കൊടുക്കുന്നത്? മുഖ്യമന്ത്രി ഉള്ളത് കൊണ്ട് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയിലൂടെ ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ കമ്പനിക്ക് KSIDCയുടെ ഷെയർ ഉണ്ട്. അവർ ഇതിനകത്ത് ഭാഗവാക്കാണ്. ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ സർക്കാരിന്റെ ഒരു പ്രതിനിധിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. കമ്പനി ആക്ടിന്റെ പരിധിയിൽ വരും. കമ്പനി ആക്ടിന്റെ പരിധിയിൽ വരുന്ന സമയത്ത് ഇതിൽ അന്വേഷണം നടക്കും. അങ്ങനെയാണ് ROC ഇതിന്റെ അന്വേഷണത്തെ, ബാംഗ്ലൂരിലെ ROC ഇതിന്റെ അന്വേഷണം CBI അന്വേഷിക്കണം, അതല്ലെങ്കിൽ അത് ED അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ കോർപ്പറേറ്റ് ഈ ഫ്രോഡുകളെ അന്വേഷിക്കാനുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അന്വേഷണം വന്നിരിക്കുന്നത്. അപ്പൊ ഫ്രോഡ് ആരാ നടത്തിയത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. കൃത്യമായി അങ്ങ് പറയാൻ പറയും. മാസപ്പടി മേടിച്ചോ ഇല്ലയോ? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് മാസപ്പടി കിട്ടിയോ ഇല്ലയോ? അതറിഞ്ഞാൽ മതി. അവർക്ക് കണ്ടമാനം വിദേശ പണം വരുന്നുണ്ട്. അവർക്ക് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, ബ്രിട്ടനിൽ നിന്ന് വരുന്നുണ്ട്. ഈ എക്സാലോജിക്കിന് ഇങ്ങനെ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും പണം വരാനുള്ള എന്ത് സർവീസാണ് അവർ ചെയ്യുന്നത്? ഇതൊക്കെ ഒരു കമ്പനി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതല്ലേ, അല്ലാതെ പിണറായി വിജയൻ വീട്ടിൽ നിന്ന് തീരുമാനിക്കുന്നതാണോ? അപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്ഥാനവും ബഹുമാനവും ബഹുമതിയും അദ്ദേഹത്തിന്റെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് മകളും മരുമകനും മകളും കമ്പനിയും കോടികൾ ഉണ്ടാക്കുന്നു. അത് സ്വാഭാവികമായിട്ടും നിയമത്തിന്റെ പരിധിയിൽ തെറ്റാണ്. അപ്പൊ നിയമത്തിന്റെ പരിധിയിൽ വെച്ച് നോക്കുമ്പോൾ വീണ വിജയനെ അന്വേഷണം മാത്രമല്ല, അന്വേഷണത്തിന് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് രണ്ടാമത് മാത്രം പറയാം. തെറ്റ് ചെയ്തത് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ആ തെറ്റിന് പശ്ചാത്തലിക്കേണ്ടി വരും. അപ്പം പണ്ട് പിണറായി വിജയൻ പറഞ്ഞു, മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കേണ്ടുള്ളൂ. പക്ഷെ ഈ മടിയിലല്ല കനം. ഇപ്പോഴത്തെ കനം മുഴുവനും മടിയിലല്ല, ഇപ്പോഴത്തെ ചുരിദാറിലാണ് കനം. അപ്പൊ ചുരിദാറിലെ കനം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കും,
അത് അന്വേഷിക്കാൻ ഏജൻസി വന്നു കഴിഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ നടക്കും. ഇൻവെസ്റ്റിഗേഷൻ നടന്നു കഴിഞ്ഞാൽ അന്വേഷണം പൂർത്തീകരിച്ചാൽ കയ്യാമം വെച്ച് ഉണ്ട തിന്നാൻ വിടും ജയിലിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോ ഉണ്ട തിന്നാൻ റെഡിയായിരുന്നോട്ടെ. അത് മാത്രമേ ഇതിനകത്ത് ഇപ്പോൾ പറയാനുള്ളൂ. വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പ്രതികരിച്ചതിന്.